ഞാനിപ്പോൾ നമ്മുടെ റാണിപുരത്താണ് കേട്ടോ. റാണിപുരത്ത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണി എന്തായാലും നമുക്കറിയണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ റാണിപുരത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി കേട്ടോ. ഈ ബ്രിഡ്ജിന് മുകളിലേക്ക് ഗ്ലാസ് എടുത്ത് വെക്കുന്ന ശ്രമകരമായ ജോലി കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 8 അടി നീളവും 6 അടി വീതിയുമുള്ള 3 ഗ്ലാസ്സുകൾ കേട്ടോ ഇതിൻ്റെ ഒരു ലെയറിൽ സ്ഥാപിച്ചിട്ടുള്ളത്. വാഹനത്തിൽ നിന്നും ഗ്ലാസ് ക്രെയിനിൻ്റെ സഹായത്തോടു കൂടിയാണ് ബ്രിഡ്ജിലേക്ക് എത്തിക്കുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ വെക്കേണ്ട അതേ പൊസിഷനിൽ വേണം കൊണ്ടുപോകാൻ. അങ്ങനെ അതിനുവേണ്ടി ഇത് കിടത്തി വെച്ചിട്ട് വീണ്ടും രണ്ടാമത് ബെൽറ്റ് ഇട്ട് ഉയർത്തിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. നോർത്ത് മലബാറിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് നമ്മുടെ റാണിപുരത്ത് വരുന്ന 75 അടിയോളം നീളത്തിലുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി കേബിൾ കാർ, സിപ്പ് ലൈൻ പ്രൊജക്റ്റുകൾ കൂടി ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ നടപ്പിലാക്കുന്നത് നമ്മുടെ റാണിപുരം അഡ്വഞ്ചേഴ്സ് പാർക്കാണ്. 12 mm തിക്നെസ് വരുന്ന ഈ 3 ഗ്ലാസുകൾക്കും 1.5 mm സെൻട്രിക് ലാമിനേഷൻ്റെ കോട്ടിങ്ങും ഉണ്ട് കേട്ടോ. അതാണ് ഈ ഗ്ലാസിനെ സുരക്ഷിതമായിട്ട് നിലനിർത്തുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയുള്ളൂ കേട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ ഓപ്പൺ ആകാൻ. അതിനുള്ള പണികളെല്ലാം തകൃതിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യമാട്ടെ, അത് വാലി വ്യൂ റിസോർട്ടിൻ്റെ അടക്കം അതിമനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ആസ്വദിക്കാനാകും.